أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. له ما في السماوات وما في الأرض وإن الله لهو الغني الحميد. ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1091 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 64 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇന്നല്ലാഹ ലഹുവൽ ഗനിയ്യുൽ ഹമീദ്. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദി വൽ ഫുൽക് ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. സൂറത്തുൽ ഹജ്ജില് 64 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത് വിശദീകരിച്ച ആയത്തുകളുടെ ആശയപരമായ തുടർച്ച തന്നെയാണ് ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാഹു എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വളരെ പ്രൗഢമായ ഒരു കാര്യം അവതരിപ്പിക്കുകയുണ്ടായി. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നവരായും തിരസ്കരിക്കുന്നവരായും ആളുകൾ മാറുമ്പോൾ അത് സ്വീകരിക്കുന്നവർക്ക് അവൻ ഉത്തമമായ പ്രതിഫലം നൽകുന്നു. അതുപോലെ അത് തിരസ്കരിക്കുന്നവർക്ക്, പുറംതിരിഞ്ഞു നടക്കുന്നവർക്ക് ശിക്ഷയും നൽകുന്നു. എന്തുകൊണ്ട് അല്ലാഹു ഇങ്ങനെ ചെയ്യുന്നു? അതുപോലെ ധിക്കാരപരമായി നിലകൊണ്ട ആളുകൾക്ക് അവരുടെ മേൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിൽ മിതത്വം പാലിക്കാൻ അല്ലാഹു നിർദ്ദേശിക്കുന്നു. അതിര് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മർദ്ദിതനോടൊപ്പം അല്ലാഹു മർദ്ദിതനെ സഹായിക്കുന്നവനായിട്ട് നിലകൊള്ളുന്നു. തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിലെ ചില പ്രതിഭാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അല്ലാഹു നമ്മൾ ഇതിനകം പിന്നിട്ട ആയത്തുകളിൽ ചെയ്യുന്നത്. അവിടെ രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നതും പകലിനെ രാവിലെ പ്രവേശിപ്പിക്കുന്നതും അല്ലാഹുവാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അല്ലാഹു എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ് എന്നുകൂടി ചേർത്ത് പറയുന്നു. അതുപോലെ
അള്ളാഹുവാണ് പരമമായ യാഥാർത്ഥ്യം. അള്ളാഹു അല്ലാതെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരൊക്കെയും തന്നെ അയഥാർത്ഥമായ ബാത്തിലായ മിഥ്യയായ കാര്യങ്ങളാണ് എന്നുകൂടിയാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. ഇതിന് പ്രപഞ്ചത്തിൽ തന്നെ അള്ളാഹു തെളിവ് നമുക്ക് സമർപ്പിക്കുകയാണ്. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇടപെടലാണ് അത് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഇതേപോലെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇരുട്ടുകുത്തി ഇരുളടഞ്ഞു കിടക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ദൈവിക മാർഗദർശനത്തിന്റെ പ്രകാശം പരത്തിക്കൊണ്ട് അവിടെ ജീവസുറ്റതാക്കി മാറ്റാൻ അള്ളാഹു ഒരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. മഴ വർഷിപ്പിച്ചുകൊണ്ട് ഭൂതലത്തിനെ ഹരിതാപമാക്കി മാറ്റുന്ന പോലെ ഇരുളടഞ്ഞ അന്ധകാരം മുറ്റി നിൽക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവിക മാർഗദർശനത്തിന്റെ വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ട് അവിടെ വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ, അതിനെ ജീവസുറ്റതാക്കി മാറ്റാൻ, അതിനെ ദിശാബോധമുള്ളതാക്കി മാറ്റാൻ അള്ളാഹു നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഈ ആശയങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിലുള്ള കാര്യങ്ങൾ വരുന്നത്. ലഹു മാഫി സമാവാത്തി വമാഫിൽ അർള്. നിശ്ചയമായിട്ടും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ തന്നെ അവൻ്റെതാണ്, അവൻ അവകാശപ്പെട്ടതാണ്, അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. വൈന്നല്ലാഹ ലഹു അൽ ഖനിയുൽ ഹമീദ്. തീർച്ചയായിട്ടും അള്ളാഹു നിരാശ്രയനാണ്, ഖനിയാണ്, ധന്യനാണ്, എല്ലാറ്റിനും തികവാർന്നവനാണ്, അതുപോലെ സ്വയം സ്തുത്യനുമാണ്. ആരും അള്ളാഹുവിനെ വിശേഷിച്ച് സ്തുതിക്കുകയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവന്റെ ഉണ്മ തന്നെ സ്തുത്യത ഉള്ളതായിട്ടാണ് നിലകൊള്ളുന്നത്. ആരും വിശേഷിച്ച് അവന് തഹ്മീദ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അള്ളാഹു സ്തുത്യർഹനാണ്, സ്തുത്യനാണ്. അവന്റെ ആ മഹത്വം അവനിൽ നിന്ന് പ്രസരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ആകാശങ്ങളിലുള്ളത് അള്ളാഹുവിൻ്റെതാണ്, ഭൂമിയിലുള്ളതും അള്ളാഹുവിൻ്റെതാണ്. അവനാണെങ്കിൽ ആരെയും ആശ്രയിക്കുന്നവനല്ല, അവൻ ഖനിയാണ്. ഇങ്ങനെ ഖനിയ് എന്ന അവസ്ഥയില് അള്ളാഹു അല്ലാത്ത ഒരാളെയും കാണാൻ സാധ്യമല്ല. എല്ലാം തന്നെ മറ്റു പലതിനെയും ആശ്രയിക്കുന്നു, അതിലൊക്കെ ഉപരിയായി അവയുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രിതരായിക്കൊണ്ടല്ലാത്ത യാതൊന്നും നമുക്ക് പ്രപഞ്ചത്തില് കാണാൻ സാധ്യമേ അല്ല. എല്ലാം ഒന്നിനെ ആശ്രയിക്കുന്നുണ്ട്. പരമമായി ആത്യന്തികമായി അള്ളാഹുവിനെയും അവരുടെ നിലനിൽപ്പിനായിട്ട് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ഒരു ധന്യത എന്ന് പറയുന്നത് ഈ നിരാശ്രയത്വമാണ്. അള്ളാഹു ഒരാളെയും ആശ്രയിക്കുന്നവനല്ല. ബാക്കിയുള്ളതൊക്കെയും തന്നെ അള്ളാഹുവിനെ ആശ്രയിക്കുന്നതാണ്, അള്ളാഹുവിന്റെ സംവിധാനങ്ങളെയും ആശ്രയിക്കുന്നവയാണ്. അള്ളാഹുവിനെ നേരിട്ട് ആശ്രയിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ പല തലത്തിലുമുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവയാണ്. ഭൂമുഖത്ത് ഭൂമി വറ്റി വരണ്ട് കിടക്കുന്ന സമയത്ത് അത് ജീവസുറ്റതായി മാറാൻ മഴയെ ആശ്രയിക്കുന്നുണ്ട്. മഴ ഇറക്കി കൊടുക്കുന്നത് അള്ളാഹുവാണ്. സസ്യങ്ങള് തഴച്ചു വളരാൻ വേണ്ടി വെമ്പല് കാണിച്ചത് കൊണ്ട് കാര്യമില്ല. സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ സസ്യങ്ങൾക്ക് വളരാൻ കഴിയുള്ളൂ. സസ്യങ്ങൾ സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ പല ഫാക്ടേഴ്സിനെയും ആശ്രയിക്കുന്നുണ്ട്. മനുഷ്യർ ഓരോരുത്തരെയും തന്നെ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത്. എന്നാൽ അള്ളാഹു ഈ വിധത്തിലുള്ള യാതൊന്നിനെയും ആശ്രയിക്കുന്നവരല്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ആവശ്യമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് ഈ ആളുകള്, ഈ ആശ്രിതര് അവനോട് കാണിക്കേണ്ട ഒരു വിധേയത്വമാണ്. അതിന്റെ ഗുണം അവർക്ക് തന്നെയാണ്. അവര് അള്ളാഹുവിനോട് ആ വിധേയത്വം കാണിക്കുന്നില്ല എന്ന് കരുതി അള്ളാഹുവിന് യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിനെ ആരും സ്തുതിച്ചില്ല എന്ന് വെക്കുക,
എന്നാൽ പോലും അള്ളാഹുവിന്റെ സ്തുത്യർഹത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്തുത്യമായ അവസ്ഥ, അതിന് യാതൊരു കുറവും വരാൻ പോകുന്നില്ല, യാതൊരു പോരായ്കയും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ്. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാഫിൽ അർള് വൽ ഫുൽക്ക്. തുടർന്ന് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് അഭിസംബോധന എങ്കിലും എല്ലാവരും ഈ ചോദ്യം നേരിടുന്നുണ്ട്. എല്ലാവർക്കുമായിട്ടുള്ള ചോദ്യമാണ്. നീ കാണുന്നില്ലേ, അന്നല്ലാഹ സഖറ ലക്കും മാഫിൽ അർള്, ഭൂമിയിലുള്ളതൊക്കെയും തന്നെ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത് എന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നതാണ് ചോദ്യം. അതുപോലെ വൽ ഫുൽക്ക്, ജലത്തില് സഞ്ചരിക്കുന്ന സംഗതികളും. ഫുൽക്ക് എന്ന് പറഞ്ഞ ജലവാഹനം, കപ്പല്, തോണി, ബോട്ട് പോലെയുള്ള എന്തുമാവാം, ചങ്ങാടം, ഇതൊക്കെ ആവാം. അപ്പോ ഭൂമിയിലുള്ളതൊക്കെയും തന്നെ നിങ്ങൾക്കായിട്ട് അവൻ ഒരുക്കി വെച്ചിരിക്കുന്നത്, കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രകൃതത്തോടു കൂടി ആക്കിയിട്ടുള്ളത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമുഖത്തുള്ള ആയിരക്കണക്കിന് സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ആ വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അതിജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. മനുഷ്യന് അതിജീവനം സാധിക്കുന്നത് പ്രപഞ്ചത്തില് ഭൂമുഖത്ത് നമ്മുടെ ചുറ്റുപാടുമൊക്കെ ആയിട്ട് അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന വിവിധങ്ങളായ ഘടകങ്ങൾ കാരണമായിട്ടാണ്. ഭക്ഷ്യയോഗ്യമായ പലതും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. വാസയോഗ്യമാക്കാൻ, ഒരിടം യോഗ്യമാക്കാൻ പറ്റുന്ന പലതും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതുപോലെ നമ്മുടെ ദൈക്ഷണികമായ അന്വേഷണങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പല സംഗതികളും ഈ ഭൂമുഖത്ത് അള്ളാഹു വിന്യസിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ ഭൗതികാർത്ഥത്തിലോ ദൈക്ഷണികമായ അർത്ഥത്തിലോ ആത്മീയമായ അർത്ഥത്തിലോ ഒന്നും തന്നെ മനുഷ്യന് അതിജീവിക്കുക സാധ്യമേ അല്ല. അള്ളാഹു ഭൂമുഖത്തുള്ള സകലതിനെയും സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ്, കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലാക്കിയിരിക്കുന്നു എന്നാണ്. നമ്മുടെ ഏറ്റവും നൂതനമായ ഒരു സാങ്കേതിക വിദ്യ എന്നുള്ള നിലക്ക്, ടെക്നോളജിയുടെ വലിയ നേട്ടം എന്നുള്ള നിലക്ക് നമ്മൾ ഇന്റർനെറ്റ് പ്രയോജനപ്പെടുത്തുന്നവരാണ്. നമ്മുടെ ഈ ക്ലാസ് ഒക്കെ നടക്കുന്നത് പോലും അങ്ങനെയാണ്. ഈ സംവിധാനവും പ്രപഞ്ചത്തില് അതിനുള്ള സാധ്യത അള്ളാഹു നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. മനുഷ്യൻ അത് സമീപകാലത്ത് കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത. വിറക് വെട്ടി തീ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മനുഷ്യര് സോളാർ പവർ ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാകും. പക്ഷെ ഇതൊക്കെയും തന്നെ ഓരോ കാലഘട്ടത്തിലും മനുഷ്യര് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ളതാണ് എന്നത് മനുഷ്യ നാഗരികതയുടെ ചരിത്രത്തിലൂടെ ഒന്ന് പ്രയാണം ചെയ്യാൻ മുതിരുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കൽക്കരി മനുഷ്യന്റെ ഒരു ഇന്ധനമായിരുന്നു, മണ്ണെണ്ണ ഇന്ധനമായിരുന്നു, പെട്രോളും ഡീസലും ഒക്കെ ഇന്ധനമായിരുന്നു. ഇതുപോലെ പല പവർ സോഴ്സസും മനുഷ്യന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊന്നും മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, ഇവിടെ ഉള്ളത് കണ്ടെത്തിയതാണ്. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷനുള്ള സംവിധാനങ്ങൾ. ഇതൊന്നും മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, ഉള്ള സാധ്യതയെ പ്രയോജനപ്പെടുത്തിയതാണ് എന്നത് വലിയ പ്രയാസമൊന്നുമില്ലാതെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഭൂമുഖത്തുള്ള എല്ലാറ്റിനെയും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. വൽ ഫുൽക്ക്, ഒരു ഉദാഹരണം അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയാണ്. മനുഷ്യ നാഗരിക മുന്നേറ്റത്തിലെ ഒരു നാഴികക്കല്ലായിരുന്ന ഒരു സംഗതിയാണ് ജലത്തിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു സാങ്കേതിക സൗകര്യം അവൻ ആർജിച്ചു എന്നത്. ഇന്ന് ഇന്റർനെറ്റും അതുപോലെയുള്ളതും ഒക്കെ എത്രത്തോളം നമുക്ക് വിസ്മയകരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ, അതുപോലെയോ അതിനേക്കാൾ ഏറെയോ ഒക്കെ മനുഷ്യനിൽ വിസ്മയം ജനിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു ജലത്തിലൂടെ യാത്ര ചെയ്യാൻ ഉപകരിക്കുന്ന ജലവാഹനങ്ങൾ, കപ്പലും അതുപോലെയുള്ള സംഗതികളും ഒക്കെ തന്നെ. ഇത്
അള്ളാഹു സജ്ജീകരിച്ചു വെച്ചതാണ്. അതിനുള്ള ഒരു സാധ്യത അള്ളാഹു ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കണ്ടെത്തുവാനും അതിന് ഉപകരിക്കുന്ന വാഹനങ്ങൾ നിർമ്മിക്കുവാനും വേണ്ട ആശയം അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. എന്നിട്ടോ ഈ കപ്പലിന്റെ കാര്യം എന്താണ്? തജ്രി ഫിൽ ബഹരി ബി അംരി, അവന്റെ നിർദ്ദേശപ്രകാരമാണ്, അവന്റെ കൽപ്പന പ്രകാരമാണ് ഈ ഫുൽക്ക് കടലില് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല. കടലിന്റെയും പ്രപഞ്ചത്തിന്റെയും നിയമങ്ങളെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നമ്മൾ അതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു വാഹനം നിർമ്മിക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. നമ്മളൊരു കപ്പലോ വാഹനമോ ഉണ്ടാക്കിയിട്ട് കടലിൽ അത് അതേപടി പ്രവർത്തിക്കണം എന്ന് നിയമമുണ്ടാക്കി നടപ്പിലാക്കുകയല്ല ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കരയിലോടുന്ന നമ്മുടെ കാളവണ്ടിയും പിന്നീട് പെട്രോളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ആ വാഹനങ്ങള് കടലിന്റെ പ്രതലത്തിലൂടെ അതേ വിധത്തിൽ കരയിലെ പോലെ തന്നെ സഞ്ചരിക്കണം എന്ന് നമ്മൾ നിയമം ഉണ്ടാക്കിയാൽ അത് പ്രയോഗത്തിൽ വരില്ല. അത് നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ കടലിലെ യാത്രക്ക് വേണ്ടി വേറെ വിധത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവിടെ പാലിച്ചിട്ടുള്ളത് അള്ളാഹു പ്രപഞ്ച സംവിധാനത്തിൽ തന്നെ വെച്ചിട്ടുള്ള അവന്റെ കൽപ്പനകളെയാണ്, അവന്റെ നിയമങ്ങളെയാണ്. അപ്പോ തജ്രി ഫിൽ ബഹരി ബി അംരിഹ്, അവന്റെ കൽപ്പന പ്രകാരം ഈ കപ്പല് സമുദ്രത്തില് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര അബദ്ധരഹിതം എന്ന് കരുതിക്കൊണ്ട് നിർമ്മിക്കുന്ന അതിഗംഭീര സംവിധാനങ്ങളുള്ള കപ്പലായാലും അതിന് ദൈവിക നിയമങ്ങളെ പാലിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ അത് തകർന്നു പോകും, അത് മുങ്ങിപ്പോകും. നമ്മുടെ കൺമുന്നില് അത്തരം അതിഗംഭീരമായ ചില അനുഭവങ്ങളും ഉണ്ട്. നമ്മൾ പ്രപഞ്ചത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള ചില കൽപ്പനകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അത് പാലിക്കപ്പെടുമ്പോൾ മാത്രമേ അത് ഫലപ്രദമാവുകയുള്ളൂ, വിജയകരമാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് തകർന്നു വീഴും, തകർന്നടിയും, അതുപോലെ വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോകും. ഇങ്ങനെ പലതും സംഭവിക്കും. അപ്പോ തജ്രി ഫിൽ ബഹരി ബി അംരി, അവന്റെ കൽപ്പന പ്രകാരം, അവന്റെ നിർദ്ദേശപ്രകാരം. ഇത് വേർബലായ കൽപ്പന ആവണമെന്നില്ല. തേനീച്ചക്ക് വഹി നൽകിയവനാണ് അള്ളാഹു. ജീവജാലങ്ങൾക്ക് നിരന്തരം അവന്റെ നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അചേതന വസ്തുക്കൾ പ്രവർത്തിക്കുന്നത് യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലൽ അർള് എന്ന് അള്ളാഹു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആകാശത്ത് നിന്ന് അവൻ ഭൂമിയിലേക്ക് നിരന്തരം അതിനെ തദ്ബീർ ചെയ്യുന്ന വിധത്തില് അതിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്, കൽപ്പനകൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ തന്മാത്രയും പ്രവർത്തനക്ഷമമാവുന്നത്, ഇന്ന് അവ പ്രവർത്തിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്, അള്ളാഹുവിന്റെ കൽപ്പനകള് ശിരസ വഹിച്ചുകൊണ്ടാണ് എന്നതാണ് അള്ളാഹുവോട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കപ്പല് സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഇനി അള്ളാഹു പറയുന്നത് വയുംസിക്കു സമാഅ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇസ്നി, ആകാശത്തെ അവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ആകാശത്തെ അവൻ പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാണ്, എന്തിനാണ്? അൻ തഖഅ അലൽ അർളി, ഭൂമിയില് വീഴാതിരിക്കാൻ വേണ്ടി. ഇല്ലാ ബിഇസ്നിഹി, അവന്റെ അനുമതിയോടുകൂടിയല്ലാതെ. ആകാശം എന്ന ആശയം നൽകുന്ന അറബി വാക്ക് സമാ എന്നാണ്. സമാ എന്ന് പറഞ്ഞാൽ ഉപരിലോകം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനുമാണ്. ഈ ദൃശ്യപ്രപഞ്ചം ഭൂമിയിലേക്ക് പതിക്കാത്ത വിധത്തില് അവൻ അവയെ പിടിച്ചു നിർത്തുന്നു. അവന്റെ അനുമതിയുള്ളപ്പോൾ മറിച്ചുണ്ടാകും. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. പല ഉൽക്കകളും വന്ന് ഭൂമിയിൽ പതിക്കാറുണ്ട്. അതുപോലെ പല പ്രകൃതി പ്രതിഭാസങ്ങളും പ്രവർത്തനക്ഷമമാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് അള്ളാഹുവിന്റെ അനുമതിയുള്ള വിധത്തിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഉപരിലോകത്തെ ഒരു പ്രതിഭാസവും ഭൂമിയിൽ വന്ന് പതിക്കുന്നില്ല. ആ വിധത്തില് അള്ളാഹു
ഉപരിലോകത്തെ പിടിച്ചു നിർത്തുന്നു എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. നിശ്ചയമായിട്ടും അള്ളാഹു ഈ വിധത്തിലൊക്കെ ഭൂമിയെ സജ്ജീകരിച്ച് തന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. മനുഷ്യനോട് അള്ളാഹു അങ്ങേയറ്റത്തെ കൃപയും കാരുണ്യവും ഉള്ളവനാണ് എന്നതിനാലാണ്. അതാണ് അതിനുള്ള കാരണം. ഭൂമിയെ എന്തിനാണ് അള്ളാഹു ഈ വിധത്തില് സജ്ജീകരിച്ച് തന്നിട്ടുള്ളത്? മനുഷ്യന് പ്രയത്നിച്ചാൽ ജലസ്രോതസ്സുകൾ കണ്ടെത്താൻ പറ്റും. ഭൂമിയിൽ കുഴിയുണ്ടാക്കി അത് ആഴത്തിലേക്ക് കൊണ്ടുപോയി വെള്ളത്തിന്റെ സ്രോതസ്സിൽ മനുഷ്യന് എത്താൻ പറ്റുന്നു. അതുപോലെ പ്രയത്നിച്ചാൽ അവനിവിടെ പലതും വിളയിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ ഒത്തിരി സാധ്യതകൾ അവനിവിടെ വെച്ചിരിക്കുകയാണ്. ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ കന്നുകാലികള് മനുഷ്യന് ഭക്ഷ്യയോഗ്യമാക്കിയിരിക്കുന്നു. ആ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി അവയെ പ്രയോജനപ്പെടുത്താൻ മനുഷ്യന് സാധിക്കുന്ന വിധത്തില് അവയെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു ചോദ്യം, പാമ്പിനെ ഭക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. ജീവികളെ ഒന്നും അറുക്കാതെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂലല്ലോ. എങ്ങനെയാണ് പാമ്പിനെ അറുക്കുക എന്നുള്ളത് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഭക്ഷിക്കാൻ പറ്റാത്ത പലതും ഉണ്ട്. എന്തായാലും ഹറാമായി നിശ്ചയിക്കപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ ഇത്. അതുകൊണ്ട് പക്ഷേ അള്ളാഹു മനുഷ്യന് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഭക്ഷ്യ ആവശ്യത്തിനല്ലാതെ സൃഷ്ടിച്ചിട്ടുള്ളതും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഭൂമുഖത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സജ്ജീകരണമാണ് ഇത് എന്നത് കാണാൻ യാതൊരു പ്രയാസവും ഇല്ല. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. വളരെയേറെ കൃപയുള്ളവനാണ് അള്ളാഹു മനുഷ്യരോടായിട്ട്. അതുപോലെ റഹീമുമാണ്, ആർദ്രതയുള്ളവനാണ്, കരുണയുള്ളവനാണ്. അത് കാരണമായിട്ടാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ, ഇതൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഭാഗികമായിട്ട് മാത്രം ഇതൊക്കെ ഉള്ള വിധത്തില് മനുഷ്യനെ ഇവിടെ വിന്യസിക്കാൻ അള്ളാഹുവിന് പ്രയാസമൊന്നുമില്ല. പക്ഷെ അള്ളാഹു ഇങ്ങനെയുള്ള വലിയ സാധ്യതകൾ വെച്ചുകൊണ്ടാണ് മനുഷ്യനെ ഭൂമുഖത്ത് താമസിപ്പിച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ കൃപാവായ്പ കൊണ്ടാണ്, ആർദ്രത കൊണ്ടാണ്, കനിവ് കൊണ്ടാണ് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അള്ളാഹു പറയുന്നത് വഹുവല്ലദീ അഹ്യാക്കും. അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജീവൻ തന്നത്, നിങ്ങൾക്ക് ഉണ്മ തന്നത് അവനാണ്. നിങ്ങളെ ഹയ്യ് എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അവനാണ്. സുമ്മ യുമീതുക്കും. പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ്. മയ്യിത്ത് എന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ പരിവർത്തിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവൻ തന്നെയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ് സുമ്മ യുഹ്യീക്കും. വീണ്ടും ജീവിക്കുന്നവൻ എന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതും അവൻ തന്നെയാണ്. 3 അവസ്ഥകളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്നുമായിരുന്നില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്മ തന്നു അവൻ നിങ്ങളെ ജീവിക്കുന്നവരാക്കി മാറ്റി. പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നു. ഇനി ഒരു സമയം വരാനിരിക്കുന്നു, നിങ്ങൾ വീണ്ടും ജീവനുള്ളവരായി ജീവിക്കുന്നവരായിട്ട് മാറും. ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നിങ്ങളെ തിരികെ കൊണ്ടുവരും. ഇത് ചെയ്യുന്നത് അള്ളാഹുവാണ്. ഇന്നൽ ഇൻസാന ലകഫൂർ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതി, തീർച്ചയായിട്ടും മനുഷ്യൻ അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് എന്നാണ്. നിഷേധഭാവത്തിലൂടെ നന്ദികേട് കാണിക്കുന്നവനാണ്. കൃതജ്ഞത കാണിക്കേണ്ടിടത്ത് കൃതജ്ഞത കാണിക്കുന്നവനാണ് മനുഷ്യൻ എന്നാണ് അള്ളാഹുവിടെ എടുത്തു പറയുന്നത്. കണക്ക് പരിശോധിച്ചാൽ, കൂട്ടിക്കഴിച്ച് നോക്കിയാൽ മനുഷ്യന്റെ ആകത്തുക കുഫ്റാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യരുടെ എണ്ണവും അവരിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, ശുക്ർ ചെയ്യുന്നവരുടെ അളവും അല്ലെങ്കിൽ എണ്ണവും പരിശോധിക്കുകയാണെങ്കിൽ മുഴച്ചു നിൽക്കുന്നത് നിഷേധിക്കുന്നവരുടെ എണ്ണമായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. മനുഷ്യൻ നന്ദി കെട്ടവനാണ്, അല്ലെങ്കിൽ നിഷേധിക്കുന്നവനാണ്, ധിക്കാരം കാണിക്കുന്നവനാണ് എന്നതാണ് അവശേഷിക്കുന്ന ഒരു യാഥാർത്ഥ്യം.
ഇവിടെ സൂചിപ്പിക്കപ്പെട്ട അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു വെച്ചല്ലോ. വേറെ ആരെങ്കിലും ഇത് ചെയ്യുന്നതായിട്ട് മനുഷ്യൻ അനുഭവപ്പെടുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ മാതാപിതാക്കളെ പരാമർശിച്ചുകൊണ്ട് എനിക്ക് ജന്മം നൽകിയവര് എന്ന വിധത്തിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സ്വതന്ത്രമായിട്ട് ഒരു ജീവനുള്ള വ്യക്തിക്ക് ജന്മം നൽകാൻ കഴിയുന്നവരാണോ മാതാപിതാക്കൾ? നമ്മളെ ആരെങ്കിലും അങ്ങനെയാണോ? നമ്മളിൽ പലരും മാതാപിതാക്കളായിരിക്കും. നമ്മൾ ആരെങ്കിലും അങ്ങനെയാണോ? ഒരു കുഞ്ഞ് പിറവിയെടുക്കുന്നതില് അവന്റെ മാതാപിതാക്കൾക്കുള്ള പങ്ക് എത്രത്തോളമാണ് എന്നത് ഓരോരുത്തർക്കും വളരെ എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതാണ്. ഓരോ ഘട്ടത്തിലും അവന്റെ വളർച്ചയില്, അവൻ രൂപപ്പെട്ടു വരുന്നതില്, അവന് കരുത്ത് നേടുന്നതില്, അവന്റെ അവയവങ്ങള് രൂപമെടുക്കുന്നതില് എന്ത് പങ്കാണ് മാതാപിതാക്കൾക്കുള്ളത് എന്നത് പരിശോധിക്കാവുന്നതാണ്. ഇനി മാതാപിതാക്കളല്ലാതെ വെളിയിൽ ആരെങ്കിലും ഇതിന് പങ്കാളികളായിട്ടുണ്ടോ? ആരെങ്കിലും അതിന് കാണാൻ സാധിക്കുകയോ? നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അള്ളാഹു ഇവിടെ വ്യക്തതയോടുകൂടി പറയുന്ന കാര്യം വഹുവല്ലദീ അഹ്യാക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും. എന്നിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഇന്നൽ ഇൻസാന ലകഫൂർ, നിശ്ചയമായിട്ടും മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നവനാണ്. കൃതജ്ഞത കാണിക്കേണ്ടിടത്ത് കൃതജ്ഞത കാണിക്കുന്നവനാണ് മനുഷ്യൻ. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും പ്രകൃതി യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടും അവയുടെ സാധ്യതകളെ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുമാണ് മനുഷ്യന്റെ ഭാഗധേയത്തെക്കുറിച്ചും മനുഷ്യന്റെ നിലപാടുകളെ കുറിച്ചും സംസാരിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ കിതാബിലല്ലാതെ ഈ ഒരു സമീപനം നമുക്ക് കാണാൻ സാധ്യമല്ല. ഞാൻ ഇന്നത്തെ സെഷൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതും നമുക്ക് സംസാരിക്കാൻ ഉണ്ടാകും. അതിനുള്ള സാധ്യതകൾ ധാരാളമാണ്. അതിരിക്കെ തന്നെ നമുക്ക് ഇനിയും അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വരാം. അങ്ങനെ മനസ്സിൽ ചോദ്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് ഉന്നയിക്കുകയും ചെയ്യാം. ഇന്നലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉയർന്നു വന്ന ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചിലത് ഞാൻ അവിടെ തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിന് തുടക്കം ഉണ്ടായത് 60-ാമത്തെ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോ അതിനുള്ള വിശദീകരണവും ഞാൻ അവിടെ നൽകിയിട്ടുണ്ട്. അത് കൂടാതെ അതിന്റെ അനുബന്ധമായിട്ട് വന്ന ചില ചോദ്യങ്ങൾ, വിശേഷിച്ച് സയ്യിദ് തങ്ങളാണെന്ന് തോന്നുന്നു ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട്. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് ആ സംഗതികളോട് പ്രതികരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഖുർആന്റെ വ്യത്യസ്തമായ വായനക്കുള്ള സാധ്യത ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമാവില്ലേ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം. വ്യത്യസ്തമായ വായന ഖുർആന് സാധ്യമാണ്. അതിന്റെ ആയാത്തുകൾക്ക് ഭാഷാപരമായിട്ട് തന്നെ അത്തരം സാധ്യതകള് ഉണ്ട് എന്നത് വിശുദ്ധ ഖുർആന്റെ എഴ്ജാസിന്റെ കൂടി ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യരചനയല്ല, അതൊരു അതിവിസ്മയകരമായ മുഅ്ജിസത്താണ്, ദൈവികമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നതിന്റെ കൂടി തെളിവായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാധ്യതകൾ ഭാഷാപരമായിട്ട് അള്ളാഹു അതിനോട് ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നാളിതുവരെയുള്ള കാലഘട്ടത്തിലായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാൻ പറ്റുന്നത്. മനുഷ്യബുദ്ധിക്ക് സത്യസന്ധമായി അവയെ സമീപിച്ചുകൊണ്ട് അതിന്റെ സാധ്യതകളെ പഠന വിധേയമാക്കാനും അവ വിലയിരുത്താനും അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. അത് അതിന്റെ സ്വാഭാവികതയിലൂടെ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ആയാത്തുകളുടെ മുന്നിൽ ശിരസ് കുനിക്കുന്നവരായും സുജൂദ് ചെയ്യുന്നവരായിട്ടും മാറുന്ന ആളുകളായിട്ടാണ് അവർ മാറുക. അതിന് ഒരേ ഒരു നിബന്ധനയേ ഉള്ളൂ, സത്യസന്ധതയോടുകൂടി തഖ്വയോടുകൂടി അതിനെ സമീപിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഒരേ കാര്യത്തിന് തന്നെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു വൈരുദ്ധ്യവുമില്ലാതെ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നതും
അതിന്റെ വളരെ ആകർഷകമായ ഒരു തലമാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൺസ്ട്രക്ഷൻ, ഒരു വാചകത്തിന്റെ കൺസ്ട്രക്ഷനിൽ പ്രത്യക്ഷത്തിൽ നമുക്കൊരു വായന സാധിക്കുന്നു. അതിന് വ്യത്യസ്തമായ ആംഗിളിൽ വ്യത്യസ്തമായ വായനകൾ സാധിക്കുന്നു. എന്നിട്ട് അതിന് സമഗ്രമായ പരസ്പര വൈരുദ്ധ്യമില്ലാത്ത വിധത്തിലുള്ള ഒരു അർത്ഥകൽപ്പന നൽകപ്പെടുന്നു എന്നതാണ് വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഡിസിപ്ലിൻ തന്നെ. അള്ളാഹുവിന്റെ പ്രവാചകൻ വ്യക്തമാക്കിയിട്ടുള്ളത് അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദാണ്. ഖുർആൻ അതിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിനുള്ള വ്യാഖ്യാനമാണ്, വിശദീകരണമാണ് എന്നതാണ്. ആ വിധത്തിലേ ഖുർആൻ വായിക്കാൻ പാടുള്ളൂ എന്നത് കൂടിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു ഭാഗം മറ്റൊരു ഭാഗവുമായിട്ട് വൈരുദ്ധ്യമുണ്ടാകുന്ന വിധത്തിലല്ല അതിന്റെ വായന നിർവഹിക്കേണ്ടത്. മറിച്ച് അത് വളരെ ഹാർമോണിയസ് ആയിട്ട് എല്ലാ ഭാഗവും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് അതിന് അർത്ഥകൽപ്പന നൽകപ്പെടേണ്ടത് എന്നതാണ് കാര്യം. അപ്പൊ ചോദ്യത്തിലേക്ക് വരുമ്പോ ഇത് ലക്ഷ്യബോധത്തോടുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവില്ല എന്നാണ് ഒരു ചോദ്യം. അത് നമ്മൾ ഓരോ വിഷയവും പരിഗണിച്ചുകൊണ്ട് വേണം അതിന് ഉത്തരം കണ്ടെത്താൻ. ഒരു 1500ഓളം വർഷങ്ങൾ പിന്നിട്ട ഈ കാലയളവില് ആ വിധത്തില് ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്ന എന്ത് പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നതാണ് ഉന്നയിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വല്ല സ്പെസിഫിക് ആയിട്ട് വല്ല ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഖുർആന്റെ വായനയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കൈമുതലായിട്ട് എല്ലാവരും കരഗതമാക്കേണ്ട ഒരു കാര്യം തഖ്വയാണ്. തഖ്വയോടുകൂടി അതിനെ സമീപിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. അത് ഖുർആന്റെ ഒരു വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ഒരു നയമാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ സങ്കീർണതകളോ അല്ല വിശുദ്ധ ഖുർആന്റെ വായനാ സാധ്യതകളിലൂടെ വെളിപ്പെടുന്നത്. അതിന്റെ അനന്തമായ ദൈവികതയുടെ തെളിവുകളാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ ആരുടെയെങ്കിലും മനസ്സിൽ രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് അഡ്രസ് ചെയ്യുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് നമുക്ക് വെളിച്ചം നൽകും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അമാനവിക സാമൂഹ്യ ക്രമത്തെ ദൈവിക സരണിയിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന പ്രക്രിയ അട്ടിമറിക്കാൻ വ്യക്തിക്ക് അധികാരം നൽകുകയല്ലേ എന്നാണ് ചോദ്യം. ഒരിക്കലും തന്നെ അങ്ങനെ സംഭവിക്കില്ല. സത്യസന്ധതയോടുകൂടി ഒരാള് വിശുദ്ധ ഖുർആനെ സമീപിക്കുമ്പോൾ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് വെളിച്ചത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്നത് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സംഗതിക്ക് ഒരിക്കലും തന്നെ അത് തടസ്സമാവുകയില്ല. സ്പെസിഫിക് ആയിട്ട് വല്ലതും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കത് വിലയിരുത്താവുന്നതാണ് എന്നാണ് എന്റെ അഭിപ്രായം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഭിത്തി പോലെ അണിനിരന്ന് സമരം ചെയ്യുന്നവർ എന്ന ഉമ്മത്തി ഭാവനയെ സാരമായിട്ട് ബാധിക്കില്ലേ എന്നാണ് ഇതിന്റെ അനുബന്ധമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനുള്ള ഉത്തരം. ഇത് വിശുദ്ധ ഖുർആൻ വഴികേടിലാക്കുന്നത് ഒരേ ഒരു കൂട്ടരെ മാത്രമാണ്, അത് ഫാസിഖുകളെയാണ്. ഫാസിഖുകൾ എന്ന് പറഞ്ഞാൽ സത്യം കണ്ടെത്താന് സത്യസന്ധമായ അന്വേഷണമോ താല്പര്യമോ ഇല്ലാതെ താർക്കികന്മാരായിട്ട് അതിനെ സമീപിക്കുന്ന ആളുകൾ മാത്രമാണത്. അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധികളൊന്നും ആ വിഷയത്തില് ഒരേ ഭാവത്തോടു കൂടി കൈകോർത്തുകൊണ്ട് തിന്മക്കെതിരിൽ, അസത്യത്തിനെതിരിൽ നിലകൊള്ളുന്നതിനും പോരാടുന്നതിനും വല്ല തടസ്സവുമാവോ എന്നുള്ളതാണല്ലോ ചോദ്യം. നമ്മളെ മനസ്സിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, തഖ്വ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹഖിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മളെ എത്തിക്കും. എവിടെയെങ്കിലും അതിൽ ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭൗതിക താല്പര്യത്തിന്റെയോ സ്വാർത്ഥ താല്പര്യങ്ങളുടെയോ ഒക്കെ ആളുകളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും അത് അവസരമൊരുക്കി എന്ന് വരും. അതൊരു ദീനല്ലാത്ത, അല്ലെന്നും വ്യക്തിക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവാദം നൽകുന്ന തത്വശാസ്ത്ര കൂമ്പാരമാണെന്നും ആണ് അങ്ങനെ അയാൾ വരിക എന്നാണ് ഒരു റിമാർക്ക്. അത്രത്തോളൊക്കെ കാട് കയറി ആലോചിക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
60-ാമത്തെ ആയത്താണ് വിഷയമെങ്കിൽ, സൂറത്തുൽ ഹജ്ജിലെ 60-ാമത്തെ ആയത്താണ് വിഷയമെങ്കിൽ അവിടെ വഹീ ചെയ്യുന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അത് അള്ളാഹു നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും അക്രമപരമായി ആർക്കെതിരെയെങ്കിലും നടപടിക്ക് മുതിരുന്നുവെങ്കിൽ അതിന് അള്ളാഹുവിന്റെ പിന്തുണ ഉണ്ടാവില്ല എന്നാണ് അവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. അത് ലാലിമിന്റെ കാര്യത്തിലായാലും മദ്ലൂമിന്റെ കാര്യത്തിലായാലും. ലാലിം, അക്രമിയായ ഒരാള് അയാളുടെ ഇരയെ അതിഭീകരമായ വിധത്തില് ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പിന്തുണ ഉണ്ടാവുക മദ്ലൂമിനായിരിക്കും. ഇനി മദ്ലൂം ഈ ലാലിമിനെതിരില് ആത്മപ്രതിരോധ ആവശ്യാർത്ഥം രംഗത്ത് വരുന്നു, ആയുധമെടുക്കുന്നു എങ്കിൽ ആ മദ്ലൂമിന് ലാലിമിനെതിരിൽ ചെയ്യാൻ പറ്റുന്ന തിരിച്ചടി, നൽകാൻ കഴിയുന്ന തിരിച്ചടിക്ക് ഒരു തോതും അളവും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അക്രമപരമായി ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു അതിക്രമപരമായ മുന്നേറ്റം നടത്താൻ പാടില്ല എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ അതില് പ്രശ്നങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. അത് ലാലിമായ ആള് വീണ്ടും തിരിച്ചടിക്കുകയാണെങ്കിലും മദ്ലൂമായ ആള് പ്രതിരോധത്തിന് വേണ്ടി ചെറുത്തു നിൽക്കാൻ വേണ്ടി നൽകിയ തിരിച്ചടി പരിധി വിട്ടു പോകുന്ന വിഷയമായാലും ഈ രണ്ട് കാര്യങ്ങളിൽ ഏതായാലും അള്ളാഹു ഒരിക്കലും തന്നെ ബഗീ അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അതില്. പക്ഷെ അതിൽ കൂടുതൽ സംഗതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മർദ്ദിതൻ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രതിരോധത്തിനു വേണ്ടിയൊക്കെ തിരിച്ചടിക്കുമ്പോ അതിൽ കാണിക്കേണ്ട മിതത്വത്തെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. കാരണം ലാലിം ഒരിക്കലും തന്നെ എല്ലാ കാലത്തും ലാലിമായി നിലകൊള്ളണം എന്നില്ല. എത്രയോ ദുൽമിന്റെ ആളുകളായിരുന്ന ആളുകള് അള്ളാഹു നൽകിയ അജല് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സത്യമാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് അവർ ഇസ്ലാമിന്റെ സത്യത്തിന്റെ വാഹകരായിട്ടും അതിന്റെ പ്രയോക്താക്കളായിട്ടും ഒക്കെ നിലകൊണ്ടിട്ടുമുണ്ട്. ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അതുകൊണ്ട് ഇത് നമ്മളുടെ അടിസ്ഥാനരഹിതമായതോ അല്ലെങ്കിൽ അനാവശ്യമായതോ ആയ ആശങ്കകൾ മാത്രമാണ് എന്നാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് വല്ല വിഷയങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.